إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹസമ്പന്നരായ സത്യവിശ്വാസി വിശ്വാസിനികൾ, സർവശക്തനും സർവാധിപനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും അവന്റെ ആജ്ഞാ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും ക്രമീകരിച്ചുകൊണ്ടും ഈ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഏറെ ഗൗരവത്തോടും അതിലേറെ പ്രാധാന്യത്തോടുകൂടെയും ഈ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ അവനേറെ ഇഷ്ടപ്പെടുന്ന ദിവസത്തിലും സമയത്തിലും സാഹചര്യത്തിലും ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിലക്കു തന്നെ അവന്റെ ദീനിന്റെ നിയമങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ടു നയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദുകളിൽ, മുജാഹിദുകളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിന്റെ ഏതു സാഹചര്യങ്ങളിലും മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരായ നാം ഓരോരുത്തരും
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് നല്ല മനുഷ്യനാവുക എന്നുള്ളത്. ആളുകൾക്കിടയിൽ നല്ല വ്യക്തിത്വമുണ്ടാവുക എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റിയാണ്, അടയാളമാണ്. ആ നല്ല അടയാളം ജീവിതത്തിൽ രൂപപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നല്ല വ്യക്തിത്വമുള്ള ആളുകളെ, നല്ല സ്വഭാവമുള്ള ആളുകളെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാറുണ്ട്. അയാളോട് സംസാരിക്കുവാനും അത്തരം നല്ല വ്യക്തിത്വമുള്ള സ്വഭാവമുള്ള ആളുകളോട് ഇടപഴകി ജീവിക്കുവാനും കൂടെ ജോലി ചെയ്യുവാനും കൂടെ പഠിക്കുവാനും യാത്ര ചെയ്യുവാനും എല്ലാം നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. നമ്മുടെ മകൾക്ക് അല്ലെങ്കിൽ മകന് ഒരു വിവാഹം അന്വേഷണം വരുമ്പോ, ഒരു കുടുംബത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോ ആ വ്യക്തിയെ കുറിച്ച്, അവന്റെ സ്വഭാവ മഹിമയെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാറുണ്ട്. അത് നല്ലതാണെന്ന് കേൾക്കുമ്പോ ആ ബന്ധത്തിന് നിൽക്കുവാനും അത് തുടരുവാനും നമ്മൾ ഇഷ്ടപ്പെടുന്നത് ഇസ്ലാം വ്യക്തമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട വ്യക്തി ശുചിത്വത്തിൽ അവന്റെ സ്വഭാവ മേഖലകളിൽ ഏറ്റവും ഗൗരവത്തോടെ പഠിപ്പിച്ച വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണ്. ഇവിടെ ഇന്നത്തെ ഒരു ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതും ചർച്ച ചെയ്യുന്നതും അത്തരത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വഭാവ ശുദ്ധീകരണത്തിലോ മാറ്റം വരുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ്. അഥവാ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദേഷ്യം, കോപം, അതെത്രമാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കുന്നത്. അത് നിലനിർത്തുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ഔസിനി, പ്രവാചക തിരുമേനി, താങ്കൾ എന്റെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഉപദേശം അങ്ങനെക്ക് നൽകണം. എന്നും എന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന, എന്റെ ജീവിതത്തിലേക്ക് മുതൽ കൂട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഉപദേശമാവണം പ്രവാചകരെ. അത് താങ്കൾ എനിക്ക് നൽകിയാലും അറിയിച്ചു തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ ആ മനുഷ്യന് നൽകുന്ന ഒരു ഉപദേശം, ലാ തഖ്ലബ്, നീ കോപിക്കരുത് എന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിൽ ഏതു ഘട്ടങ്ങളിലൂടെ നിന്റെ ജീവിതം മുന്നോട്ട് കടന്നു പോവുകയാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികൾക്കുള്ളിലൂടെയാണ് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കടന്നു പോകുന്നതെങ്കിലും, നീ ആരോടായാലും, നിന്റെ ഭാര്യയോടായാലും മക്കളോടായാലും നിന്റെ ചുറ്റുപാടും ജീവിക്കുന്നവരോട് പോലും നീ കോപിക്കുന്നൊരു സ്വഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയൊരു ഉപദേശമാണ്. ആ മനുഷ്യൻ വീണ്ടും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, ഫറദ്ദിദ് മിറാർ, പ്രവാചകരെ, വീണ്ടും അങ്ങ് എനിക്കൊരു ഉപദേശം തരൂ.
എന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ പറ്റുന്ന മറ്റൊരു ഉപദേശം കൂടി റസൂലേ എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകൂ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആ മനുഷ്യനോട് പറയുന്നത്, ലാ തഅ്ലബ്, നീ കോപിക്കരുത്, ദേഷ്യത്തെ നിന്റെ ജീവിതത്തിൽ നീ തുടച്ചു മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. സഹോദരന്മാരെ, മനുഷ്യരായ നമുക്ക് വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. സൗമ്യമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് ആളുകളോട് ഏറ്റവും നല്ല സംസാര ശുദ്ധിയോടുകൂടി നല്ല ഭാഷയോടുകൂടി സംസാരിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ ആളുകളോട് ദേഷ്യം പിടിച്ച് എപ്പോഴും ചാടിക്കയറി സംസാരിച്ച് ദേഷ്യത്തോടുകൂടി മാത്രം പെരുമാറാൻ ശീലിച്ച ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്, അല്ലേ? നമ്മൾ ഏത് സ്വഭാവത്തിനുടമയാണ് എന്നത് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ദേഷ്യമുണ്ടാവാൻ പാടില്ല, അത് നല്ല സ്വഭാവമല്ല. നിന്റെ ജീവിതത്തിൽ ആ ദേഷ്യമെന്ന സ്വഭാവം, കോപമെന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് അതിനെ മാറ്റി നിർത്തുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ചില ആളുകളൊക്കെ വിചാരിക്കും ദേഷ്യം എന്ന് പറയുന്നത് നല്ലൊരു സ്വഭാവമാണ്, ദേഷ്യം എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ അംഗീകാരം കിട്ടുന്ന ഒരു സ്വഭാവമാണ്. ചില ആളുകൾ ചിലരെ കുറിച്ച് പറയും, അയാളോട് സംസാരിക്കുന്നത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, അല്ലേ? മൂക്കത്താണ് അയാളുടെ ശുണ്ഠി, ദേഷ്യം, അല്ലേ? അത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിച്ചു, ഏറ്റവും നല്ല ശക്തനാരാണ്? സഹാബ, ഏറ്റവും നല്ല ശക്തനാരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറഞ്ഞു, മൽപിടുത്തത്തിൽ വിജയിക്കുന്നവനാണ്, ഗുസ്തിയിൽ വിജയിക്കുന്നവനാണ്. സ്വഹാബത്തിന്റെ മറുപടി കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും തന്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവരാണ് വിശ്വാസികളിൽ ഏറ്റവും നല്ല ശക്തനെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മളിൽ ചില ആളുകളുണ്ട്, ഭാര്യയോട് ദേഷ്യം പിടിക്കുമ്പോ തനിക്കവിടെ മേന്മയുണ്ട്, തനിക്കവിടെ വിൽ പവർ ഉണ്ട് എന്ന് കാണിക്കുന്ന ചില ആളുകളുണ്ട്, അല്ലേ? തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളോട് എപ്പോഴും ദേഷ്യത്തോടുകൂടെ, കർക്കശ സ്വഭാവത്തോടുകൂടെ പെരുമാറുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അല്ലേ? അവരേക്ക് വിചാരം തനിക്ക് ഒരു പദവിയാണ് ദേഷ്യം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പ്രവാചകൻ ഏറ്റവും നല്ല സൗമ്യശീലനായിരുന്നു, സൗമ്യ സ്വഭാവമുള്ള ആൾ, വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹ്. ഏതൊരു മനുഷ്യനോടും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ നോക്കിയിട്ടില്ല. ശത്രുക്കളോട് പോലും, തന്നോട് അക്രമം ചെയ്തവരോട് പോലും, തന്നോട് വിദ്വേഷമുള്ളവരോട് പോലും, അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കുന്ന മുഖത്തോട് മാത്രമായിരുന്നു നോക്കിയിരുന്നത്. ചരിത്രത്തിൽ കാണാൻ കഴിയും, മക്കയിൽ ഒരു മുശ്രിക്കായ മനുഷ്യനുണ്ടായിരുന്നു. അയാൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോ പ്രവാചകൻ നടന്നു വരുന്ന വഴികളിൽ ആ മനുഷ്യൻ ഉണ്ടാകാറുണ്ട്. എന്ത് അദ്ദേഹത്തിന്റെ ജോലി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോ ഉപദ്രവിക്കുക എന്നത് മാത്രമാണ് ആ മനുഷ്യൻ ചെയ്തത്. റസൂലുള്ള മുന്നിലെത്തുമ്പോ സമീപ പ്രദേശത്തുള്ള വേസ്റ്റുകളൊക്കെ ആ മനുഷ്യൻ വാരിക്കൂട്ടി വെക്കും. പ്രവാചകൻ തന്റെ മുന്നിലെത്തുമ്പോ അത് റസൂലുള്ളയുടെ മുഖത്തേക്ക്, ശരീരത്തിലേക്ക് ആ മനുഷ്യൻ വലിച്ചെറിയും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് ദേഷ്യപ്പെട്ടില്ല. എന്നും ഇത് സ്ഥിരമായിട്ടിത് നടക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ആ മനുഷ്യനെ കാണാതെയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, വടിയിൽ നിന്നിരുന്ന മനുഷ്യൻ എവിടെ പോയി സഹാബ?
അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബ പറഞ്ഞു, അയാൾ രോഗബാധിതനാണ്. ഒന്നല്ല രണ്ടല്ല 3 ദിവസം അയാളുടെ രോഗം മാറുമെന്ന് വിചാരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴും ആ മനുഷ്യനെ കാണാതിരുന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൂട്ടി ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് ആ മനുഷ്യനെ കണ്ടു, അയാളെ രോഗവിവരങ്ങളെ കുറിച്ച് അന്വേഷിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ പരിചരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. നിങ്ങൾ തന്നെ ഉപദ്രവിച്ച ഒരു മനുഷ്യനെ പോലും റസൂലുള്ള ശാന്തമായ സ്വഭാവത്തിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കയറുകയാണ്. ചരിത്രത്തിൽ പിന്നീട് കാണാൻ കഴിയും, ആ മനുഷ്യൻ താൻ ഇത്രമാത്രം ഉപദ്രവിച്ച ഓരോ ദിവസവും തന്റെ ജീവിതത്തിൽ ആ പ്രവാചകനെ ഉപദ്രവിച്ചിട്ട് പോലും തനിക്ക് രോഗമായി എന്നറിഞ്ഞപ്പോ തന്റെ വീട്ടിലേക്ക് വന്ന് തന്നെ പരിചരിക്കുവാൻ മനസ്സു കാണിച്ച ആ പ്രവാചകന്റെ വിശ്വാസമുണ്ടല്ലോ, ആ പ്രവാചകന്റെ മതമുണ്ടല്ലോ, ദീനുൽ ഇസ്ലാം, അത് മഹത്തരമാണെന്ന് ആ മനുഷ്യൻ മനസ്സിലാക്കി. അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, നമ്മളെ വെറുക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യൻ, അതല്ലെങ്കിൽ നമ്മോട് ദേഷ്യം വെച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ് ഇത്തരത്തിലുള്ള ഒരു ആപത്ത് സംഭവിച്ചതെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതല്ലെങ്കിൽ മനസ്സിലെങ്കിലും നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്തയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അല്ലേ, അവന് കിട്ടണം, അല്ലേ, ഞാൻ അവന് കിട്ടണമെന്ന് വിചാരിച്ചതായിരുന്നു, അല്ലേ, എത്ര കാലമായി അവൻ എന്നെ ഉപദ്രവിക്കുന്നു, അല്ലേ, നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാം അങ്ങനെയല്ല. ഏതൊരു മനുഷ്യനോടും സ്നേഹത്തോടെ, ഏറ്റവും നല്ല സൗമ്യമായ സ്വഭാവത്തോടുകൂടെ അവന്റെ ഹൃദയത്തിലേക്ക് ചെന്നു കേറാനാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തുമൊത്തിരുന്ന് ഇങ്ങനെ ദീനിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാണ് വൃദ്ധനായ ഒരു ഗ്രാമീണനായ മനുഷ്യൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ട് പിറകിൽ വന്നു നിൽക്കുന്നു. പ്രവാചകനിൽ നിന്ന് എന്തോ ഒരു കാര്യം ആ മനുഷ്യന് ചോദിക്കുവാനുണ്ട്. അയാളുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യം പ്രകടമാകുന്നുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തുമായി നിന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന സദസ്സിൽ ആ മനുഷ്യൻ കയറി വന്ന് പ്രവാചകന്റെ ചുമലിൽ ഉണ്ടായിരുന്ന ഒരു ഷോൾ ആ മനുഷ്യനൊരു വലിച്ചു. ഹദീസുകളിൽ കാണാൻ കഴിയും, അദ്ദേഹത്തിന്റെ ആ വലി കാരണം, ഷോളിൽ ഉണ്ടായിരുന്ന മൂർച്ച കാരണം പ്രവാചകന്റെ തോളിൽ ഒരൽപ്പം വിള്ളലുണ്ടായി, പാടുകളുണ്ടായി എന്നുള്ളത്. അത്രമാത്രം ദേഷ്യത്തോടുകൂടിയാണ് ആ മനുഷ്യന് വലിച്ചത്. ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്റെ അവകാശം എവിടെ? അയാള് സക്കാത്തിന് അവകാശപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ അവകാശം കിട്ടാത്തതിൽ, അതല്ലെങ്കിൽ അത് കൊടുക്കാൻ വഴിയതിന്റെ പേരിൽ റസൂലുള്ളാഹിയുടെ സദസ്സിലേക്ക് അന്വേഷിച്ചു വന്നൊരു മനുഷ്യനാണ്. അയാൾ പ്രവാചകനോട് കാണിച്ചത് ദേഷ്യത്തിന്റെ സ്വഭാവത്തോടുകൂടി പെരുമാറിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹത്തോടുകൂടി അയാളോട് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറിയിട്ട് അയാൾ ആ സദസ്സിൽ നിന്ന് പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ മടങ്ങിപ്പോകുവാൻ കാരണമായി എന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. അല്ലേ, നമ്മളൊക്കെ വഴികളിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ഇഷ്ടമല്ലാത്തതൊന്ന് കണ്ടാൽ, അല്ലേ, നമ്മുടെ ശരീരത്തിലേക്ക്, അല്ലേ, ഒരു ചളി തെറിച്ചാൽ, വാഹനങ്ങൾ പോകുമ്പോ ഒന്ന് ഉരസിയാൽ, അല്ലേ, നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് വെറുക്കപ്പെട്ടാൽ, നമ്മുടെ ഭാര്യയിൽ നിന്ന്, അല്ലേ, ഏതെങ്കിലും അനിഷ്ടകരമായ ഒരു കാര്യം നമുക്ക് വന്നാൽ, മക്കളിൽ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മൾ കണ്ടാൽ, അവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ, ദേഷ്യപ്പെടുമ്പോ ഏതൊക്കെ ഭാഷയിൽ, മോശമായ രീതികളിൽ, അല്ലേ, നമ്മൾ പെരുമാറാറുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ഒന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. അല്ലേ, ചില ആളുകളുണ്ട് ദേഷ്യം വിടുമ്പോ പരിസരം മറക്കും. തന്റെ മുന്നിൽ എന്താണോ ഉള്ളത് അത് നശിപ്പിക്കും.
തന്റെ വായിലൂടെ വരുന്ന ഏറ്റവും മോശപ്പെട്ട സംസാരങ്ങൾ എന്തൊക്കെയുണ്ടോ അല്ലേ, ആ സംസാരങ്ങളൊക്കെ പരിസരം മറന്ന് പ്രയോഗിക്കുന്നവർ പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരത്തിലുള്ളവരറിയണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു ഗോത്ര സംഘം വന്നു. അവരിൽ ആരാണ് അവരുടെ നേതാവായി തെരഞ്ഞെടുക്കുക എന്ന വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കമുണ്ടായി. ആരാണ് അവരിൽ നേതാവായി തെരഞ്ഞെടുക്കുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ മനുഷ്യൻ അതിന് യോഗ്യനാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മനുഷ്യനേക്കാൾ യോഗ്യൻ ഇന്നയാളാണ്. മറ്റൊരാളെ കുറിച്ച് പരിചയപ്പെടുത്തി. രണ്ടുപേരുടെയും സംസാരം അള്ളാഹുവിന്റെ റസൂലിന്റെ സംസാരത്തിനു മീതെ ഒരൽപ്പം ഗാംഭീര്യത്തോടുകൂടെ ശബ്ദത്തോടുകൂടെ ഉയർന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിലൂടെ പഠിപ്പിച്ചു, ഫൗഖ സൗത്തിൻ നബി, പ്രവാചകന്റെ ശബ്ദത്തിനു മീതെ നിങ്ങളുടെ ശബ്ദത്തെ ഉയരുകയാണെങ്കിൽ നിങ്ങളുടെ അമലുകൾ നഷ്ടമാകുമെന്നത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു നോക്കൂ. നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ എത്രമാത്രമാണ് എന്നുള്ളത്, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, അങ്ങനെ തുടങ്ങി ജീവിതത്തിലെ എല്ലാ നന്മകളും നഷ്ടപ്പെടുത്തുവാൻ കോപമെന്ന, ദേഷ്യമെന്ന ഒരു സ്വഭാവത്തിലൂടെ, സംസാരമെന്ന ഒരു സ്വഭാവ ദൂഷ്യത്തിലൂടെ അതെല്ലാം നഷ്ടപ്പെടുത്തി കളയുമെന്നത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ സ്വീകരിച്ച മാന്യമായ, സൗമ്യമായ, കോപമില്ലാത്ത സ്വഭാവ രീതി സഹോദരങ്ങളെ നമ്മുടെയും ജീവിതത്തിലേക്ക് ചേർത്തു പിടിക്കണം. അതിന് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ദീനിനെ മനസ്സിലാക്കി സ്വഭാവ ശുദ്ധീകരണം വരുത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുവഹിദുകളിൽ അല്ലാഹു നമ്മെ, നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചു ക്രമീകരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിന്റെ പേരിൽ ഉണർത്തുകയാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സ്വഭാവ ദൂഷ്യങ്ങളിലെ ഏറ്റവും ഗൗരവത്തോട് നമ്മൾ കാണേണ്ട ഒരു സ്വഭാവ ദൂഷ്യമാണ് കോപം എന്നുള്ളത്. അതെത്രമാത്രം നഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ചുരുങ്ങിയ രൂപത്തിലാണ് ഒന്നാമത്തെ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കോപത്തെ നിയന്ത്രിക്കുവാനുള്ള മാർഗങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വഇദാ ഗളബ അഹദകും ഫലിസ്കുത്, നിങ്ങളിൽ ഒരാൾക്ക് കോപമുണ്ടാവുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നൊരു സമയത്ത് നിങ്ങൾ മൗനം പാലിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി നമ്മളെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിൽ നമുക്ക് കഴിയാത്തതാണ്. ഏതൊരു കാര്യം വരുമ്പോഴും നിയന്ത്രിക്കാൻ, നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ എന്തൊക്കെയോ വായിൽ തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളത് അല്ല. നമ്മൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട്, നമ്മുടെ സംസാര കഴിവിനെ നിയന്ത്രിച്ചുകൊണ്ട് മൗനം പാലിക്കുക എന്നതാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി കൊണ്ട് പഠിപ്പിക്കുന്നത്. ചരിത്രത്തിൽ കാണാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോ റസൂലുള്ള ആ മനുഷ്യൻ വരുന്നതിന് മുമ്പ് സഹാബത്തിനോട് പറഞ്ഞു, ഇനി ഈ സദസ്സിലേക്ക് വരുന്ന ഒരാൾ അയാൾ സ്വർഗത്തിലാണ്. രണ്ടാമത്തെ വട്ടവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ദിവസവും ഇത് ആവർത്തിച്ചു. മൂന്നാമത്തെ പ്രാവശ്യവും റസൂലുള്ള പറഞ്ഞു, ഇനി ഒരു സദസ്സിലേക്ക് വരുന്ന ഒരാൾ സ്വർഗത്തിലാണ്. സഹാബികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അയാളുടെ കൂടെ ജീവിക്കുവാൻ തുടങ്ങി. 3 ദിവസം ആ മനുഷ്യന്റെ വീട്ടിൽ പോയി താമസിച്ചു, അതിഥിയായി താമസിച്ചു. മൂന്നാമത്തെ ദിവസം ആ വീട്ടിൽ നിന്ന് വരുമ്പോ ആ മനുഷ്യനോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യവും നിങ്ങൾ വരുന്നതിന് തൊട്ടു മുമ്പ് ഇനി വരുന്ന ആൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വന്ന മനുഷ്യൻ താങ്കളാണ്. എന്നെപ്പോലെ തന്നെ താങ്കളും നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും താങ്കൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുമ്പോ നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറയാനുള്ള കാരണം? അതിലുള്ള ഒരു ക്വാളിറ്റി എന്താണ് നിങ്ങൾക്കുള്ളത്? ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഓരോ ദിവസവും കിടന്നുറങ്ങുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരു മനുഷ്യനോട് പോലും എനിക്ക് വിദ്വേഷമില്ല, വെറുപ്പില്ല, പകയില്ല, അസൂയയില്ല. എല്ലാവരോടും നല്ല മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എന്നുള്ളതാണ്. സഹോദരന്മാരെ, ഒരു നിമിഷം ഈ ശബ്ദം കാതോർക്കുന്നവർ, ഈ ശബ്ദത്തെ ഈ പള്ളിയിൽ നിന്ന് കാതോർക്കുന്ന നാം ഓരോരുത്തരും ആലോചിക്കുക, അല്ലേ? ഇപ്പൊ നമ്മുടെ മനസ്സിൽ ദേഷ്യമുള്ള എത്ര ആളുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലൂടെ മിന്നിമറയുന്നുണ്ട്, അല്ലേ? നമുക്ക് വെറുപ്പ് തോന്നുന്ന, നമുക്കിഷ്ടമില്ലാത്ത എത്ര ആളുകളുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഞാൻ ഈ പറയുമ്പോ നിങ്ങളുടെ മനസ്സിലൂടെ മിന്നിമറയുന്നുണ്ട്, അല്ലേ? അത് പാടില്ല. ഏതൊരു മനുഷ്യനോടും സ്നേഹത്തോടെ സൗമ്യമായി പെരുമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇരിക്കണം. അത് നിങ്ങളുടെ കോപത്തെ ക്ഷമിപ്പിക്കുവാനുള്ള ഒരു പരിഹാരമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നിങ്ങൾ നിൽക്കുന്ന സന്ദർഭമാണെങ്കിൽ ഇരിക്കുകയാണോ നിങ്ങൾ വരേണ്ടത്? ഇനി ഇരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നതെങ്കിൽ നിങ്ങൾ കിടക്കുകയാണ് വേണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ എത്രമാത്രം ഒരു മനുഷ്യന്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടി റസൂലുള്ള പഠിപ്പിച്ചു തരുന്ന മാർഗങ്ങൾ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ 2 മനുഷ്യർ തമ്മിൽ ദേഷ്യപ്പെടുന്നത് റസൂലുള്ള കാണുകയാണ്. അതിലൊരു മനുഷ്യൻ ദേഷ്യം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കഴുത്തിലെ ഞരമ്പുകളൊക്കെ പൊട്ടുമാറ് തടിച്ചു വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്നൊരു വാചകം ആ മനുഷ്യൻ അറിഞ്ഞിരുന്നുവെങ്കിൽ. സഹാബ ചോദിച്ചു, എന്താ റസൂലേ അത്? അയാൾക്ക് ദേഷ്യം വരുമ്പോ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നയാൾ പറഞ്ഞിരുന്നുവെങ്കിൽ അയാളുടെ കോപത്തെ, ദേഷ്യത്തെ അയാൾക്ക് ക്ഷമിപ്പിക്കുവാൻ കഴിയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, നിങ്ങൾ മറ്റൊരിടത്ത് കാണാൻ കഴിയും, റസൂലുള്ള പറയാ, രാവിലെയും വൈകുന്നേരവും ഒരു വിശ്വാസി അയാളുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട ദിക്റുകൾ. രാവിലെയും വൈകുന്നേരം 10-15 മിനിറ്റ് മാത്രം ചെലവഴിച്ച് അയാളുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട പ്രഭാതത്തിലെ പ്രാർത്ഥനകളും പ്രദോഷത്തിലെ പ്രാർത്ഥനകളും അയാൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അയാൾക്ക് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5-ാമതായി റസൂലുള്ള പറയുന്നു, സൂറത്തുൽ ബഖറ അത് ദിവസവും ഒരൽപ്പം പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് കോപത്തെ നിയന്ത്രിക്കുവാൻ കഴിയും.
കോപം നിയന്ത്രിക്കുവാൻ സൂറത്തുൽ ബഖറ ഒരൽപ്പം എല്ലാ ദിവസവും ഒരു വിശ്വാസി പാരായണം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമാത്രം പരിഹാര മാർഗങ്ങളാണ് റസൂലുള്ളാഹ് അവിടുത്തെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല വ്യക്തികളാവാൻ, നല്ല സ്വഭാവത്തിനുടമകളാകുവാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. എന്റെ വല്യാപ്പക്ക്, കാരണവന്മാർക്ക് ഈ സ്വഭാവമുണ്ട്, അതുകൊണ്ട് എനിക്കും ഈ സ്വഭാവമുണ്ട് എന്ന ഒരു സ്വഭാവശീലമാണ് നമുക്കുള്ളതെങ്കിൽ അല്ല, മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയും. ആരാ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉക്കാളച്ചന്തയിലെ ഏറ്റവും വലിയ തെമ്മാടി എന്ന് ലോകം പരിചയപ്പെടുത്തിയ, ഏറ്റവും ദേഷ്യ സ്വഭാവമുള്ള ഏതൊരു മനുഷ്യരും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ പേടിച്ചോടുന്ന, അത്രയും കർക്കശ സ്വഭാവമുള്ള വ്യക്തിത്വമായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ദേഷ്യം അത് വല്ലാത്തതായിരുന്നു ഉമറിന്, അല്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ലൊരു സ്വഭാവത്തിനുടമയായി മാറാൻ ഇസ്ലാമിന്റെ ആദർശത്തിലൂടെ കഴിഞ്ഞുവെങ്കിൽ, മനസ്സ് വെച്ചാൽ, നമ്മളൊന്ന് തീരുമാനിച്ചാൽ, നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ദേഷ്യത്തെയും നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയുമെന്നുള്ളത് അത്തരം ചരിത്രങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ന വ്യക്തി അത് നന്നായാൽ എന്റെ കുടുംബം നന്നാവും, എന്റെ കുടുംബം നന്നായാൽ എന്റെ സമൂഹം നന്നാവും. ആ സമൂഹം നന്നാക്കണമെന്ന ഏറ്റവും നല്ല ലക്ഷ്യത്തോടുകൂടെ നമ്മുടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ സ്വഭാവ ശുദ്ധീകരണം വരുത്തുന്ന, ഏറ്റവും നല്ല സ്വഭാവത്തിനുടമകളാക്കുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ, മുവഹിദുകളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലതു മാത്രം പറയാൻ, നല്ലതു മാത്രം ചിന്തിക്കുവാൻ, നല്ലതു മാത്രം മനസ്സിലാക്കുവാനുമുള്ള കഴിവും പ്രാപ്തിയും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, മറ്റു പല പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും പ്രാർത്ഥനയ്ക്ക് വസിയ്യത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ പൂർണ്ണമായി ശിഫ നൽകി ആരോഗ്യത്തോടുകൂടെ അവരുടെ കുടുംബത്തിലേക്ക് സന്തോഷത്തോടുകൂടെ ചെന്ന് തേരാനുള്ള ആഫിയത്ത് അല്ലാഹുവേ അവർക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, കടങ്ങളുള്ള പലരുമുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങളുള്ള പലരുമുണ്ട്. അല്ലാഹുവേ, ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ആ കുടുംബത്തെയും വ്യക്തിയെയും നീ കരകയറ്റണമേ നാഥ. അല്ലാഹുവേ, കടങ്ങളുള്ള ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദ്യങ്ങൾ സ്വീകരിച്ച് ആ കടങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പലതും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു വെക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നിന്നിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ നടത്തുന്ന മുത്തഖീങ്ങളിൽ, മുവഹിദുകൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, നന്മകൾ ധാരാളമായി ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. നമസ്കാരങ്ങളായി, നോമ്പായി, ദാനധർമ്മങ്ങളായി, മറ്റു പല സൽക്കർമ്മങ്ങളായി. അല്ലാഹുവേ, നാളെ പരലോകത്ത് ഞങ്ങൾ ചെയ്ത ഓരോ സൽക്കർമ്മങ്ങളും ഒന്നുപോലും നഷ്ടപ്പെടാതെ മീസാനിൽ കനം തൂക്കുന്ന ഏറ്റവും നല്ല വിഭവങ്ങളായി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ നാഥ. അല്ലാഹുവേ, സ്വർഗം നൽകുന്നവരിൽ ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങൾ നിന്ന് വിട്ടുപോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമൃത്യാദികൾ, കുടുംബക്കാർ, അല്ലെ, അവരെ പോലെ മരണപ്പെട്ടു പോയ പലരും പ്രാർത്ഥനയ്ക്ക് വസിയ്യത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. അവരുടെ മക്കൾ, അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങളിൽ പ്രകാശപൂരിതമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء والأموات إنك مجيب دعواتي يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين آمين ورحمتك يا أرحم الراحمين.